ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി. അപ്പോൾ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ മാത്രമല്ല ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് 2 ഡിഷ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനിതാ ഇതുപോലുള്ളൊരു വലിയ പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വന്നിട്ട് ചെയ്തൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ മാത്രമല്ല ഇഫ്താർ റെസിപ്പി ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതിൽ കൂടുതലും പേരും ഇങ്ങനെ പൊരിക്കാത്ത ടൈപ്പ് ഇഫ്താർ റെസിപ്പിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി നിങ്ങൾക്ക് പുട്ടുപൊടിക്ക് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണെങ്കിലും പത്തിരിക്ക് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണെങ്കിലും ഏത് ടൈപ്പ് അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പാക്കറ്റിൽ വരുന്ന അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളം നേരത്തെ തിളപ്പിച്ച ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവും 1 കപ്പാണ്. നമ്മളെടുത്ത സെയിം കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലുള്ളൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇതിനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഒന്നും കൂടെ നല്ലത് വെളിച്ചെണ്ണയായിരിക്കും. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുപ്പ് കൂടിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതാകും നല്ലത്. ഇതിപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള ഒരു പഴമാണ്. ഒട്ടും പഴുക്കാത്ത പഴം ഇതിനായിട്ട് എടുക്കരുത്. ഇനി നമുക്കിത് ഈ എണ്ണയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 മിനിറ്റ് ആയപ്പോഴേക്കും പഴം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നോമ്പിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാകും. നമ്മളിങ്ങനെ നോമ്പിൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ സെയിം പാനിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഇതൊരു മീഡിയം മധുരത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശർക്കര ഇവിടെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശർക്കരയും പഴവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച നമ്മുടെ അരിപ്പൊടിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പത്തിരിമാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊരു പത്തിരിമാവിൻ്റെ പരുവൊക്കെ ആയിട്ട് വരും. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണയോ നെയ്യോ ആക്കിയതിന് ശേഷം ഒന്ന് ഉരുളകളാക്കിയെടുക്കാം. ചെറിയ ചൂടിൽ തന്നെ നമ്മളിതിങ്ങനെ ഉരുളകളാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. ഒരു മീഡിയം സൈസിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്, ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലൊക്കെ. ഇനി നമുക്ക് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ ഇതുപോലെ അലുമിനിയം ഫോയിലിൽ ഒരു ബോക്സിലാക്കി ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം.
അപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ റെസിപ്പി. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ആ ബനാനൻ്റെ മിക്സ് ഞാൻ ഇതുപോലെ കുട്ടി കുട്ടി ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം. നമ്മൾ ഇത് കൊഴുക്കട്ട നമ്മൾ മധുരമായിട്ട് ചെയ്യില്ലേ, ഞങ്ങളുടെ നാട്ടിൽ പാലട എന്നൊക്കെ പറയുക, ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാല് ഏകദേശം ഒന്ന് ചൂടായി വന്നാൽ മതി, കൂടുതലായിട്ട് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായി വന്നാൽ നമുക്ക് നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പതിയെ ഇളക്കണം, അല്ലെങ്കിൽ ആ ബോൾസൊക്കെ അങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഇതേ സെയിം റെസിപ്പി നിങ്ങൾക്ക് പാലിലും ചെയ്തെടുക്കാം. അതായത് 1-ാം പാലിൽ നിങ്ങൾ ഈ ബോൾസ് ഒന്ന് വേവിച്ചെടുക്കുക, ശേഷം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മൾ ഈ പാലട പായസമല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ പാലട ഉണ്ടാക്കും. അതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്, ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്, പക്ഷെ അത് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും ഈ ബോൾസൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഫ്താർ വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇങ്ങനെ എണ്ണയിൽ പൊരിച്ച കടിയൊന്നും കഴിക്കണ്ട എന്ന് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പാലിലേക്ക് ആ പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ട് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ബനാന ബോൾസും ഇതുപോലെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്